Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യുവജനങ്ങൾ പങ്കാളികളാകുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ തീമായിട്ട് എടുത്തിരിക്കുന്നത് Speed thrills, but it kills. നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് വലിയ ഒരു ആവേശമാണ്. അത് വളരെ നല്ല സംഗതിയാണ്. എന്നാൽ ഈ ആവേശം പലപ്പോഴും നമ്മെ തന്നെ ഇല്ലാതാക്കുമോ എന്നൊരു ഭയം അതിൻ്റെ പിറകിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവരെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള റൈഡിംഗ് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈസൻസ് റൈഡിംഗ് ക്ലബ്ബുകളുണ്ട്. അതിൽ 2 ക്ലബിനെ പ്രതിനിധീകരിച്ചുള്ള NSR ആൻഡ് കോപ്സ്, ഈ 2 ക്ലബിനെ പ്രതിനിധീകരിച്ചുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയും വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. Mr. Jiju Verghese, motivational speaker, trainer and radio jockey. Mr. Roy Thomas, motor vehicle inspector, sub-RTO, Tiruvalla. Professor K.C. Sakharia, principal, St. Thomas College, Korancheri. Mr. Gautam Suresh, professional bike stunter. Mr. Gazal S. Koil Parambil, professional rally driver. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ത്രില്ലാണ് അല്ലേ? ഒരു ത്രില്ലില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാനായിട്ട് തോന്നുമോ? ഞാൻ പറയുന്നത് പ്രവർത്തനത്തിൽ മാത്രമല്ല ത്രില്ല് വേണ്ട, നമ്മൾ ഉറങ്ങുന്നതിനും ഒരു ത്രില്ല് വേണം. അല്ലെ പിന്നെ ആ ഉറക്കം സുഖമാകത്തില്ല. ജീവിതം ഒരു ത്രില്ലിൽ അടിസ്ഥാനമാണ് ഒരു പരിധി വരെ. എങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ പഠനം എൻജോയ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ത്രില്ല് വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ത്രില്ല് വേണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ത്രില്ല് വേണം. ഒരു ത്രിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അത് നമ്മളെ വളരെ ശക്തീകരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ തന്നെ അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ത്രില്ല് പലപ്പോഴും അതിര് വിട്ട് അപകടങ്ങളിലേക്ക് ഒരു പരിധി വരെ നമ്മെ നയിച്ചു എന്ന് വരാം. അതുകൊണ്ടാണ് ഈ പ്രത്യേക വിഷയം നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് എടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ ത്രില്ലുള്ളവരാണ്. ഡു യു എൻജോയ് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പഠനം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അപ്പം നല്ലൊരു ത്രില്ലുണ്ടല്ലേ നിങ്ങൾക്ക്? എന്തുവാ നിങ്ങളുടെ ത്രില്ല്? എന്നാ എന്തിനോട് രസമായിട്ട് നമ്മുടെ
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് വെച്ചാലും നമുക്കൊരു ഹൃദയത്തോട് സന്തോഷം തോന്നും. അതാണ് ഒരു ത്രില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്താലും അതിനകത്ത് എനിക്കൊരു എൻജോയ്മെൻറ്റ് വേണം, ഒരു രസം വേണം, അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം എന്നുള്ള രീതിയിൽ, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് ഒരു ത്രില്ല് എന്ന് പറയുന്നത്. അട്ടെ, നിങ്ങളുടെ ഈ കോളേജ് ലൈഫൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതിൽ നിങ്ങളെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു കേട്ടോ. അത് വളരെ ആവശ്യമുള്ള സംഗതിയാണ്. പഠനം എൻജോയ് ചെയ്യണം, റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യണം, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം. ഇത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഒക്കുമോ? ഇവിടെ നമ്മളത് എൻജോയ് ചെയ്യണം, പക്ഷേ അത് ആരോഗ്യപരമായ രീതിയിലായിരിക്കണം എന്നും മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നതായുള്ളൊരു വിഷയം നമുക്കെല്ലാവർക്കും ഹരം പകരുന്ന ഒരു വിഷയമാണ്. ഈ മോട്ടോർ ബൈക്കിൽ കയറുവാനും ഈ മോട്ടോർ ബൈക്ക് ഓടിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ കോളേജിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മോട്ടോർ ബൈക്ക് നല്ല സ്പീഡിൽ നല്ല ശബ്ദത്തിലൊക്കെ ഓടിച്ച് വരുന്നത് നല്ലൊരു രസമാണ്, ഒരു ഹരമുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്ന് വരികിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കൂടെ അത് കൂടുതൽ ഞാൻ വ്യക്തമാക്കാം. ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. എറണാകുളത്ത് ഈ ഹൈവേയോട് ചേർന്ന അടുത്തൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. രാത്രി ഒരു 12:30 മണി കഴിയുമ്പോൾ, 1 മണി 1:30 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഹൈവേ അങ്ങ് സജീവമാകും എറണാകുളത്ത്. അത് സജീവമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഹൈവേയിൽ പിന്നീട് മുഴുവനും പവർ ബൈക്കുകളാണ്, ബൈക്ക് റേസിംഗ് ആണ്. അതായത് വലിയ വില കൂടിയ പവർഫുൾ ബൈക്ക് റേസ് ചെയ്ത് ഈ ഹൈവേയിലൂടെ പോകുന്ന ഒരു കാഴ്ച. അത് കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർ ഈ 1:30 കഴിഞ്ഞാൽ പിന്നെ അവരുടേതാണ് ഈ റോഡ്. അവർ അതിലെ കൂടി ബൈക്ക് ഓടിച്ച് വലിയ ശബ്ദത്തിൽ അവരതങ്ങ് എൻജോയ് ചെയ്യുക. എനിക്കിതൊന്ന് പോയി കാണണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ രാത്രി 1:30 ആയതുകൊണ്ടൊക്കെ എണീറ്റ് പോകുന്നത് എങ്ങനെയാണ് എന്നൊരു വിഷമം കൊണ്ടാണ് ഞാൻ പോകാത്തത്. പക്ഷെ ഒന്നൊരു ഇത് കാണാൻ എനിക്കിതായ ബൈക്കിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ഹരമൊക്കെ വരാറുണ്ട്. ഈ ബൈക്ക് റേസ് ഒരു വലിയ ഹരമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്ക് ഈ ഫീൽഡിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള 2 പേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൗതം, ഈ ബൈക്ക് റേസിങ് ഒരു വലിയ ഹരമായി മാറിയിരിക്കുന്നു. ഇദ്ദേഹമാണെന്ന് വരികിൽ ബൈക്ക് റേസിങ്ങിൻ്റെ വലിയ ഒരു ഉസ്താദാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിൻ്റെ ഈ ഒരു ഹരത്തെക്കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാണെന്നുള്ളത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ഈ സ്ട്രീറ്റ് റേസിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് കൊച്ചിയിലെ ഈ ഹൈവേയിലൊക്കെ കണ്ടുവരുന്നത്. അത് ഓർഗനൈസ്ഡ് റേസ് ഉണ്ട്, അല്ലാതെ വണ്ടി ഓടിച്ചൊരു ഫണ്ടിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ വേറെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞതിനകത്തും കുറച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ വളരെ എക്സ്പെൻസീവ് ബൈക്സ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മിക്കവാറും ലൈഫിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പം യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഈ ത്രില്ല് ചേസ് ചെയ്യുന്ന പ്രായമുള്ള പലരെയും എനിക്കറിയാം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റണ്ട് റൈഡർ ആയിരുന്നു. ഇറ്റ്സ് പബ്ലിക് റോഡ്സിൽ ഇറ്റ്സ് ഇല്ലീഗൽ. ഓക്കെ, പ്രൈവറ്റ് സ്പോട്ടിലും ക്ലോസ്ഡ് ഏരിയയിലും മാത്രമേ ചെയ്യാത്തുള്ളൂ. അപ്പം അത് ചേസ് ചെയ്ത് ആ ഒരു ഇതിൽ നടന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തെടുത്ത സ്കിൽസും ആ ഒരു ടെക്നീക്സും എല്ലാം വളരെ പെട്ടെന്ന് ഒരു വണ്ടി കിട്ടിയ ഉടനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക്. അപ്പോൾ അതാണ് ഈ ഒരു പൊതുവേ ഒരു ബാഡ് നെയിം ബൈക്കിംഗ് കൾച്ചറിന് ഇപ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഈ ക്ലബിലെ ആൾക്കാരാണെങ്കിലും അവരെല്ലാം റൂൾസ് എല്ലാം പാലിച്ച് കറക്റ്റ് ആ ഒരു ഓർഡറിൽ സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം വെച്ചാണ് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അവരിൽ ആ ഒരു റേസിങ്ങിന് പോകുന്നുണ്ടെന്ന്. സോ ദേ ആർ ജസ്റ്റ് എൻജോയിങ് ദ ത്രിൽ ഓഫ് റൈഡിങ് എ ബൈക്ക്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ റേസിങ്ങിന് പോകുന്നതും മറ്റേ നിങ്ങൾ പറയുന്ന ഈ ബൈക്ക് റൈഡിങ്ങും തമ്മിൽ അല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഈ ബൈക്ക് റൈഡിങ്ങിൻ്റെ പുറകിലുള്ള ഒരു ത്രിൽ എന്താണെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? പണ്ട് കാലത്ത് വേൾഡ് വാർ 2 സമയത്ത് ഈ ഒത്തിരി പട്ടാളക്കാർ പ്ലെയിൻ പറപ്പിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ആ ഫീൽ ചെയ്യുന്ന G-ഫോഴ്സ് ഉണ്ട് ഓരോ ബാങ്കിങ് കോർണേഴ്സ് എടുക്കുമ്പോൾ. അപ്പോൾ ആ സെയിം എഫക്റ്റ് ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടും. കാറിന് അത് കിട്ടത്തില്ല. അത് നമ്മൾ അപ്രൈറ്റ് ആയിട്ടിരുന്നിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് നമ്മളെ ആരോ പുഷ് ചെയ്യുന്ന പോലെ. പക്ഷേ ഈ ഫൈറ്റർ പൈലറ്റ്സ് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന സെയിം G-ഫോഴ്സസ് ആണ് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ അതാണ് ഒരു ഏറ്റവും വലിയ ത്രിൽ. ഓൾസോ 2 വീലുള്ള സാധനം ഓടിക്കുന്ന ഈസ് ഡേഞ്ചറസ്. ഓക്കെ, ത്രില്ലുണ്ടാവുന്ന വെൻ ഇറ്റ്സ് ഡേഞ്ചറസ്. നമ്മുടെ ലൈഫിന് ത്രെറ്റനിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇറ്റ്സ്
ലൈക്ക് ഒരു സേയിങ് ഉണ്ടല്ലോ, യു ഫീൽ മോസ്റ്റ് അലൈവ് വെൻ യു ആർ സോ ക്ലോസ് ടു ദ ഡെത്ത്. അതാണ് ഒരു സംഭവം. സോ ആൻഡ് ഫാസ്റ്റർ യു ഗോ ക്ലോസർ യു ആർ ടു ഡെത്ത്. സോ അതാണ് അതിനകത്തെ ഏറ്റവും വലിയ ത്രില്ല്. അതാണ് ഒരു അപകടത്തിലേക്ക് നയിക്കാവുന്ന സംഗതിയും അതാണ് അതിൻ്റെ പിറകിലുള്ളത് അല്ലേ? ഒരു ലിമിറ്റ് കഴിഞ്ഞ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ പിറകിലെ ത്രില്ലിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. എല്ലാവർക്കും ഈ റേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സിവിലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ പ്രേയും ഉണ്ട്, പ്രഡിക്ടറും ഉണ്ട്. ഇപ്പോൾ ഒരു സാധനത്തിനെ പുറകെയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഫസ്റ്റ് റേസ് തുടങ്ങുന്നത്. നമ്മുടെ ബ്ലഡിലുള്ളതാണ്, നമ്മുടെ DNA യിലുള്ളതാണ്. പിന്നെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്ക് റേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു എന്നാ പറയുക, ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ് അകത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് അത്ര സേഫാണ്. സംഭവം നമ്മുടെ റോഡ് പോലെ അല്ല, അവിടുത്തെ റോഡ് ട്രാക്കിൽ. സാധാരണ ഈ പവർ ബൈക്കിന്റെ പവർ എന്നാ? ഇവിടെ ഇരിക്കുന്ന ആൾ ഈ പവർ ബൈക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പവർ എത്ര സാധാരണ എന്ന് പറയാമോ? സാധാരണ പവർ എന്ന് പറയുമ്പോൾ എന്നാ പറയാനാണ് 15 bhp തൊട്ട് 326 bhp വരെ ഉള്ള ബൈക്കുണ്ട് ഇവിടെ മാർക്കറ്റിലുണ്ട്. ഇതിൽ എത്ര പവർ ഉള്ളത്, എത്ര യൂസ് ചെയ്യുന്നുള്ളതല്ല, ഉള്ള പവർ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു 10 പുഷപ്പ് എടുക്കുന്ന ഒരു ചെറുക്കനുണ്ട്, അവനെ കൊണ്ട് ഒളിമ്പിക്സിൽ വിട്ടിട്ട് 150 പുഷപ്പ് എടുക്കാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. അപ്പോൾ അത് പയ്യ ഗ്രാജുവലി ഒരു ലെവലിൽ നിന്ന് അങ്ങോട്ട് കയറി വരണം. അത് എക്സ്പീരിയൻസ് എന്നേ വരത്തുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഈ പവർ എത്ര ആണെന്നുള്ളതല്ല, ഈ പവർ എങ്ങനെ നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയ ട്രെയിനിങ് അതിനകത്ത് കിട്ടുന്നത് അല്ലേ? ദാറ്റ്സ് വെരി 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? ഈ പവറിനെ എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് അല്ലേ? യെസ്, ബേസിക്കലി നമുക്കൊരു 5 സെൻസസ് ഉള്ളതുപോലെ വണ്ടിക്ക് ഒരു 5 സെൻസസ് ഉണ്ട്. അതിനെ നമ്മൾ മാസ്റ്ററിങ് 5 കൺട്രോൾസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻ, നമ്മുടെ കണ്ണാണ്. പക്ഷെ നമ്മൾ ഇതിൽ മാത്രം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനം കോംപ്രമൈസ് ആവുകയാണ്. അത് നമ്മുടെ ചെവി, മൂക്ക്, നാക്ക്, തൊലി, ഇതെല്ലാം കൂടെ ഇതിൻ്റെ സെൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കണ്ണ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുന്നില്ല. ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും റേസിങ്ങിൽ യൂസ് ചെയ്യുന്ന കൂടുതൽ ഒരൊറ്റ കൺട്രോളാണ്, ത്രോട്ടിലാണ്. എല്ലാവരും ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് അങ്ങ് കൊടുക്കും. പക്ഷെ ബാക്കി 4 കൺട്രോൾസ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട്, ബാക്ക് ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ഗിയർ ഷിഫ്റ്റർ ഉണ്ട്. ഈ 4 കൂടെ യൂസ് ചെയ്ത് ഈ മാസ്റ്ററിങ് 5 കൺട്രോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 4 കൂടെ നമ്മൾ മാസ്റ്റർ ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കണം. കാരണം ഒന്നിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ബാക്കിയുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഈ 4ൻ്റെയും കൂടെ ഒരു നിയന്ത്രണം, അതിനകത്ത് നമ്മളത് മാസ്റ്റർ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയുള്ളൂ എന്നവർ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണ്. ഇപ്പം എല്ലാവരും മിക്ക എൻ്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്കുകളുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോ സ്ഥലത്ത് പോവും. ഞങ്ങൾ ആ സ്ഥലങ്ങളിൽ എൻജോയ് ചെയ്യും. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, കൂടെ എല്ലാവരുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നുമില്ല. ഇവരെല്ലാം ഞാൻ ഈ ബൈക്കിൻ്റെ ഇതിൽ ക്ലബ്ബിൽ ചേർന്ന് പരിചയപ്പെട്ടാണ്. ഭാവിയിൽ ഒരു റൈഡറായ കൊള്ളാവുന്ന ഒരു താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ MotoGP റേസിംഗ് ഒക്കെ കാണുമ്പം താല്പര്യമുണ്ട്. പിന്നെ അതിൽ കുറേ ആൾക്കാർ അതിൻ്റെ അകത്ത് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്. വാലന്റീനോ റോസി, മാർക്കസ്, അങ്ങനെ കുറേ ആൾക്കാരെ അപ്പോൾ നമുക്കത് കാണുമ്പോൾ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം അതല്ലല്ലോ, അനുവദിക്കാത്തത് കൊണ്ട് അതിനെ പിടിച്ച് നിർത്തിയേക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തുവാ ഇങ്ങനെ റേസിങ്ങിനൊക്കെ പോകുന്നതിലോ അല്ലെങ്കിൽ ഈ ബൈക്ക് റൈഡിങ്ങിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടാട്ടോ, ഒന്ന് പറഞ്ഞു. യെസ്, ഈ ബൈക്ക് റേസിംഗ് നമുക്ക് വ്യക്തിപരമായിട്ട് ത്രില്ലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ ബൈക്ക് റേസിംഗ് സമൂഹത്തിന് എങ്ങനെ ദോഷം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഫാദർ തന്നെ പറഞ്ഞു, ഒരു 1:30 ആകുമ്പം ഞാൻ ബൈക്ക് റേസിങ്ങിൻ്റെ സൗണ്ട്, അതാണ് ഏറ്റവും വലിയത്. അതായത് നമ്മളിപ്പോൾ വ്യക്തിപരമായിട്ട് ത്രില്ലൊക്കെ ഉണ്ടാക്കും, നമ്മൾ ബൈക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ആ സൗണ്ട് ഇപ്പം പല ജനങ്ങൾക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ പ്രായമൊക്കെ ഫാദറിന് തന്നെ ഇപ്പോൾ രാത്രി അത് ഉണർന്ന് കാണും, ഉറങ്ങുന്ന സമയമായിരിക്കും 1:30 എന്നൊക്കെ പറയുന്നത്. എന്നാലും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രായമായി, ഇപ്പോൾ രോഗിയുടെ അവസ്ഥയാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, രോഗിക്ക് അത് കാണാമെന്നല്ലായിരിക്കും. അതിപ്പോൾ ഇപ്പോൾ ഒരു ഉറക്കം വരാത്ത രോഗി ഉറങ്ങി. ഇദ്ദേഹം പറയുന്നത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യത്തക്ക രീതിയിൽ ഇതുപോലെയുള്ള റേസിംഗ് ഒക്കെ നടത്തുന്നത് അനുവദനീയമല്ല, സമൂഹത്തിന് അത്ര അനുമതിയല്ല. ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം കിട്ടുമെങ്കിലും നമ്മുടെ സന്തോഷം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ബാക്കി ഒരാളെ എങ്ങനെ ദുഃഖിക്കുന്നു എന്നാണ് നമ്മൾ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പം ബൈക്ക് റേസിംഗ് നല്ലതൊക്കെയാണ്, പക്ഷേ അതിൽ ചില പരിധികളും ലിമിറ്റേഷനും വെക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് വലിയൊരു കൺസേൺ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? നമ്മുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ് ബാക്കിയുള്ളവരെ കുറിച്ച്. സ്വന്തമായിട്ട് ചിന്തിച്ച സമൂഹം എന്ന സങ്കല്പമേ നിൽക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്ന് ഒരിക്കല് നിങ്ങൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത്
നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയൊരു കൺസേൺ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടാണോ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നത്? അതോ നിങ്ങളുടെ ഒരു ഷോ കാണിക്കുകയാണോ? അതോ നിങ്ങളുടെ ഒരു പ്രകടനം അവിടെ കാണിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ. പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര നന്നായിട്ട് ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്നയാൾ നമുക്ക്, അതായത് ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നവർ അവരവർ തന്നെ സൂക്ഷിക്കേണ്ട അനിവാര്യമാണ്. നമ്മുടെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതം റിസ്ക് ചെയ്യുന്നത് തെറ്റാണ്. രണ്ട്, വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞാലും യഥാർത്ഥമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും ശ്രദ്ധിക്കുന്നില്ല. അത് ഇപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങി ഓടിച്ചാൽ തന്നെ പലപ്പോഴും ഞാൻ ചില ദിവസങ്ങളിൽ കാറിൽ കോളേജിൽ വരാറുണ്ട്. അതേസമയം തന്നെ വണ്ടി വരുന്ന സമയം റോങ് സൈഡ് കയറി വരിക, അല്ലെങ്കിൽ വലിയ ഹെവി വെഹിക്കിൾസിന് വേണ്ടി ഡയറക്റ്റായിട്ട് പെട്ടെന്ന് റോങ് സൈഡ് കയറി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് മറ്റൊരാളുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ തെളിയിക്കാനോ ശ്രമിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു സംഗതി, ബൈക്ക് ഓടിക്കാൻ അറിയാമെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണെന്നുള്ളത് പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കേണ്ട രംഗങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ ഒരു അപകടം ഇതിൻ്റെ അവിടെ എനിക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പാണ് വേണ്ടത്. ഈ ബൈക്ക് ഓടിക്കുമ്പോൾ അവർ ഈ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് ഉള്ളൊരു ഒരു കൺസേണാണ് ഈ പറയുന്നത്. ഇപ്പോൾ പൊതുവേ സാറേ ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്ട് സാറിന് അറിയാമല്ലോ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അത് ഒബ്സർവ് ചെയ്താണോ സാധാരണ പോകുന്നത്? കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രായമുള്ളവരും അതിനെക്കുറിച്ചൊക്കെ അവെയറാണ്. എന്തോ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു... നമ്മളിവിടെ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്ന നിയമത്തിൽ ആദ്യമേ പറയുന്നുണ്ട്, കീപ് ലെഫ്റ്റ്. ആരും ചെയ്യാറില്ല. കാരണം വഴിയുടെ സെൻറ്റർ ഭാഗം സെൻറ്ററിലെ ലൈൻ കേന്ദ്രീകരിച്ചിട്ടാണ് ടൂ വീലർ പോലും ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം ഇടതുവശം ചേർന്ന് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോയാൽ ഇടതുവശത്തൂടെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധ്യതയില്ല, കയറി പോകത്തില്ല. നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, ഇടതുവശത്തൂടെ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയാണ്. ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് പോകുമ്പോൾ അതിൻ്റെ ഇടതുവശത്തൂടെ നമ്മൾ ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ പോയി കഴിഞ്ഞാൽ ഈ ഡ്രൈവർ അത് കാണുന്നില്ല. ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തേണ്ടതായിട്ട് വരുന്നു. പക്ഷേ ഈ ലോറിയിലെ ഡ്രൈവർ നമ്മളെ കാണാത്തതുകൊണ്ട് അവർ ശ്രദ്ധിക്കാതെ ഇതിൽ വന്നിടിക്കുന്നു, നമുക്ക് അപകടം പറ്റുന്നു. ഇതിനെപ്പറ്റിയൊന്നും ആരും ശ്രദ്ധിക്കാതെ ഇടതുവശത്തൂടെ കയറി പോകുന്നത്. രണ്ടാമത് ഈ ബൈക്ക് റേസിങ്ങിനെ പറ്റി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ ഇത് നമുക്ക് അനുവദിച്ചിട്ടില്ല. നിയമപ്രകാരം നമുക്ക് പാടില്ല. ഈ റേസിംഗ് നമുക്ക് അനുവാദനീയമല്ല. പബ്ലിക് പ്ലേസുകളിലല്ലാതെ റിസർവ് ചെയ്ത് നമുക്ക് അടച്ചു കെട്ടിയ സ്ഥലങ്ങളിൽ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വാഹനം ഓടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഈ റേസിംഗ് അല്ലാതെ ഇവർ നടത്തുന്ന ആൾ ഈ റൈഡിങ് ഉണ്ടല്ലോ, അത് ഇതുപോലെയുള്ള അവർ ലൈസൻസ് ഉള്ളവരാണല്ലോ. അവർക്ക് ഈ പൊതുനിരത്തിൽ ഇത് അനുവദനീയമാണോ അതോ പ്രത്യേകിച്ച് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ? പൊതുനിരത്തുകളിൽ ഒരു യാതൊരുവിധ റേസിംഗ് കോമ്പറ്റീഷൻസ് ഇതൊന്നും അനുവദനീയമല്ല. ഫാദർ പറഞ്ഞതുപോലെ ഫാദറിന് ആ വഴി ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ തന്നെ എനിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ വഴി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നടന്നു പോകുന്നവർക്കും കാൽനടക്കാർക്കും അതുപോലെ തന്നെ മറ്റു ഏത് വാഹനം ഓടിക്കുന്നവർക്കും ആ റോഡ് ഉപയോഗിക്കണം. അതിനുവേണ്ടി അവർക്ക് വിട്ടുകൊടുക്കണം. നമ്മൾ ഈ സ്വത്ത് എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ഈ കാൽ വെച്ചിരിക്കുന്ന ഈ സ്ഥലം പോലും ഒരാളിനെ ഈ റോഡിൽ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള, കേരളത്തിലെ മൊത്തം റോഡ് വീതിച്ച് നൽകുമ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് കിട്ടില്ല. അതിലൊരു മെറ്റലിൻ്റെ അംശം പോലും നമുക്ക് സ്വന്തമായിട്ട് വരില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു അവകാശം കൂടെ നേടിക്കൊണ്ടാണ് നമ്മൾ ഈ റോഡിൽ നിൽക്കുക പോലും ചെയ്യുക. അപ്പോൾ പൊതുവേ നമ്മുടെ ആൾക്കാർക്ക് ഒരു ട്രാഫിക് സെൻസ് കുറവാണെന്നാണോ സാർ പറയുന്നത്? സെൻസ് കുറവിൻ്റെ അല്ല, ഞാനെന്ന ഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ ആ ഒരു കാര്യം മാറ്റിവെച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ പറ്റുകയുള്ളൂ. ഞാനെന്ന ഭാവം റോഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരൊക്കെ ഉന്നതനായിട്ട് മാറാൻ സാധിക്കും. ഞാൻ മുന്നേ പോകണം, ഞാൻ ഏറ്റവും വലിയവൻ, ഞാനാണ് ഈ റോഡിൻ്റെ അധിപൻ എന്നുള്ളൊരു രീതിയിലുള്ള പോക്ക് അത് മാറ്റുക. മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മൾ മനസ്സ് അനുവദിക്കുക. ഇപ്പോൾ ഒരു ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസിൻ്റെ മുന്നിൽ ഒരാൾ ഗൈഡായിട്ട് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോയതായിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കുറേ കണ്ടു. അത് നമ്മുടെ മനസ്സിൽ തോന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ആംബുലൻസിൽ ഡ്രൈവർ കയ്യിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഈ വാഹനം ഓടിച്ച് അവിടെ എത്തിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ അവർക്ക് വഴി ഉണ്ടാക്കി കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ എന്ന്. നമ്മളവിടെ വഴി ഒതുങ്ങി നമുക്കത് പോകാനുള്ള ചാൻസ് കൊടുക്കുക. നമ്മൾ പൈലറ്റായിട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിന്തയാണ് നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. ഞാനെന്ന ഭാവത്തിൽ ഞാനല്ല ചെയ്യേണ്ടത്.
അവർക്ക് പോകാനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുത്താൽ അവർക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരിക. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കുള്ള പരിഗണന കൊടുക്കുന്ന അവസരം, ഈ അവസരത്തിലേ നമുക്ക് മുന്നോട്ട് വിജയത്തിലേക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പരിഗണന കൊടുപ്പാൻ തക്കവണ്ണം മറ്റുള്ളവരെ കൂടെ ബഹുമാനിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെന്ന് വരികിൽ ഈ ബൈക്ക് റൈഡിങ്ങോ കാർ റേസിങ്ങോ എന്ത് തന്നെ ആയിരുന്നാൽ തന്നെയും അത് വലിയ അപകടത്തിലേക്ക് പോകാതെ നമുക്ക് സൂക്ഷിക്കാമെന്നാണ് സാറ് മുന്നറിയിപ്പ് തരുന്നത്. ഒരു കോളേജിൻ്റെ ചുമതല വഹിക്കുന്ന സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കോളേജിലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ട്രാഫിക് സെൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ പൊതുവായിട്ട് അവർ പാലിക്കേണ്ട ചില നിയമവശങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാം ഈ കോളേജുകളിലൊക്കെ നമ്മൾ സാധാരണ നടത്താറുണ്ടോ? കോളേജുകളിൽ ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ നടത്താറുണ്ട്. എല്ലാ വർഷവും അങ്ങനെയുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടറോ അങ്ങനെയുള്ളവരെ വന്നത് അറിയിക്കാറുണ്ട്. എന്നിരുന്നാലും കോളേജ് ക്യാമ്പസുകളിലല്ല, നമ്മുടെ ഈ കോളേജ് ക്യാമ്പസിലും അങ്ങനെ ഒരു അപകടമോ കാര്യമോ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു കുട്ടി പോലും ബൈക്ക് ഓടിക്കുന്നില്ല. എന്നാൽ നമ്മൾ മുമ്പിൽ കാണുന്നത് ഈ നമ്മുടെ ഗസൽ പറഞ്ഞ പോലെ പവർ ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ഇവിടുത്തെ വിഷയം അതാണല്ലോ, പവർ ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ പവർ എങ്ങനെ ഉപയോഗിക്കണം, അതിനെ എവിടെ കൺട്രോൾ ചെയ്യണം, ഇതറിയാൻ വയ്യാതെ അപക്വമായ ഒരു മനസ്സിൻ്റെ ഉടമകളായ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ പ്രായക്കാരാണ് ഇത് മിസ്യൂസ് ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അപകടങ്ങളിലേക്ക് ചെന്ന് എത്തുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇങ്ങനെയുള്ള പവർ ബൈക്കുകൾ വാങ്ങിക്കുന്നു, ആ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്നും കൃത്യമായ അറിവില്ല. അവർ മറ്റുള്ളവരെ അനുകരണം നടത്തുന്നു. ഈ അനുകരണമാണ് വലിയ അപകടങ്ങളിലേക്ക്, അവരുടെ വ്യക്തിപരമായ നഷ്ടങ്ങളിലേക്കും സമൂഹത്തിന് വലിയൊരു നഷ്ടവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഉപയോഗം അറിയാൻ വയ്യാതെ മാതാപിതാക്കളെ നിർബന്ധിച്ച് ഇങ്ങനെയുള്ള പവർ ബൈക്കുകൾ വാങ്ങിക്കാൻ അവർ പ്രേരിതരാകുകയും അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉപയോഗം അറിയാൻ വയ്യാതാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് ലഭ്യപ്പാൻ തക്കവണ്ണം കോളേജുകളിൽ അതിൻ്റെ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നാണ് സാർ പറയുന്നത്, അല്ലേ? വളരെ നല്ല കാര്യം. അതിൽ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു. ഈ പവർ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകുമ്പോൾ പവർ കൂടുതൽ പവർഫുൾ ആകുക. പവർ നിയന്ത്രണത്തിന് വിധേയമാകുമ്പോൾ അത് കൂടുതൽ പവർഫുൾ ആകുന്നു. അതിനെക്കുറിച്ച് ജിജു സാറിന് കൂടുതലായിട്ട് വല്ലതും പറയാൻ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ സാറേ. വളരെയധികം വെച്ചാ ഈ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പവർ ബൈക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഈസ് നമ്മളെക്കാട്ടിലും അധികം പവർ ഉള്ളൊരു കാര്യത്തിനെ നമ്മൾ കൺട്രോൾ വരുത്തുകയാണ്. ആ സമയത്ത് ഒരു ബൈക്ക് റൈഡർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ബൈക്ക് റൈഡേഴ്സും ഉണ്ട്, ഇവിടെ ഗസലും നമ്മുടെ ഗൗതമും ഒക്കെ ഇതിനെ അംഗീകരിക്കുന്ന ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ പവറിനെ കൺട്രോളിലോട്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് സെൽഫ് എസ്റ്റീം വളരെയധികം കൂടുന്നു. എന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇത്രയും പവറായ ഒരു കാര്യത്തിനെ ഞാൻ കൺട്രോൾ ചെയ്താൽ ഇനിയും പവറുള്ള കാര്യത്തിനെയും എനിക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വരും. അങ്ങനത്തെ ഒരു സെൻസ് ഓഫ് എസ്റ്റീം, സെൽഫ് എസ്റ്റീം അത് വളരെയധികം കൂടും. അത് കൂടാതെ തന്നെ വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സെൽഫ് അപ്രീസിയേഷൻ ആൻഡ് സെൽഫ് അക്നോളജ്മെൻ്റ് ആണ്. ഈ സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ സൈക്കോളജിക്കൽ ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് നമ്മളൊക്കെ പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ആയിട്ട് മാറി. അവൻ ആ ഓരോ റൈഡറിനെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെയും വളരെയധികം പോസിറ്റീവായിട്ട് അതിനെ മാറ്റാനുള്ള ഒരു കഴിവുള്ള ഒരു ആക്റ്റാണ് ഈ കൺട്രോളിങ് ദ പവർ. അത് കൂടാതെ വെച്ചാൽ ഏറ്റവും വലിയൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് വരുന്നത് ഈസ് വെൻ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് ടൈം, പവർ, മൈസെൽഫ് ആൻഡ് മൈ സിറ്റുവേഷൻ. ഈ 4 കാര്യത്തിൽ എനിക്കുള്ള ഫുൾ കൺട്രോൾ എത്തുമ്പോൾ, എനിക്ക് ഒരു വിജയം ഞാൻ കരസ്ഥമാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻ്റെ ലെവൽ ഓഫ് പോസിറ്റിവിറ്റി വളരെയധികം കൂടുതൽ വർദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൻ യു കൺട്രോൾ ഇറ്റ് ഇൻ ദ റൈറ്റ് ഫാഷൻ. ഓഫ് കോഴ്സ് ലോ ഉണ്ട്, നിയമങ്ങളുണ്ട്, അതിനെ പാലിക്കുക, സമൂഹത്തിന് വലിയ പ്രയാസവും വലിയ സങ്കടവും ഇല്ലാതെ പ്രവർത്തിക്കുക, അതൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇതിനെ വളരെയധികം എൻകറേജ് ചെയ്യും. സേഫ് ഡ്രൈവിംഗ് പ്രാക്ടീസസ്, അബൈഡിങ് ബൈ ദ ലോ ആൻഡ് ഇങ്ങനത്തെ ക്ലബ്ബുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കഴിവുകളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയെങ്കിൽ റോഡിലെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാം. ഇത്രയും ബൈക്കേഴ്സ് കൂടി വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഒരു വലിയൊരു ബോധവൽക്കരണങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇങ്ങനത്തെ ക്ലബ്ബുകൾ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ആം 100% ഫോർ ഇങ്ങനത്തെ ബൈക്കർ ക്ലബ്സും ഇങ്ങനത്തെ പവർ ബൈക്സും. അതിൻ്റെ കാരണം
നമുക്ക് നമ്മുടെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാം എന്ന് വിശ്വാസം വെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അച്ഛൻ. ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ് കേട്ട കാര്യങ്ങളോടൊക്കെ എഗ്രി ചെയ്യുന്നുണ്ടോ അതോ ഡിസഗ്രി ചെയ്യാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ സാറ് പറഞ്ഞു ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, നമ്മുടെ നിയന്ത്രണത്തിൽ ഈ പവറിനെ കൊണ്ടുവന്നാൽ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കും, അത് യൂസ്ഫുള്ളായിട്ട് തീരും. ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം. ചില ബൈക്കുകാർ ഷോ ഓഫിന് വേണ്ടി ഓടിക്കുന്നു, ചിലർ സേഫ് റൈഡ് പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ പലയിടത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബൈക്ക് കൾച്ചർ എല്ലായിടത്തും പോപ്പുലറായിട്ട് വരുവാണ്. അപ്പോൾ കൂടുതൽ പേരും റൈഡേഴ്സ് ജാക്കറ്റും ഗ്ലൗസും ഹെൽമെറ്റും എല്ലാം സേഫ്റ്റി ഗിയറും ഇട്ടാണ് ഓടിക്കുന്നത്. പക്ഷെ അങ്ങനെ പോകുന്നവരെ ചില ആൾക്കാർ അവർ സ്വീകരിക്കത്തില്ല. ഇപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഒരു റൈഡിന് പോയതാണ് കൊച്ചിയിലോട്ട്. അവരെല്ലാം ഒരു സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ ചിന്താഗതി അവരെല്ലാം റേസ് ചെയ്യുവാണ് എന്നാണ്. ഇപ്പോൾ പോലീസുകാർ എന്നെ കൈ കാണിച്ച് നിർത്തി, പിന്നെ അവരെ ആക്ഷേപിച്ചു, അവരെ നിങ്ങളെന്താ റേസ് ചെയ്യുവാണോ, ലൈസൻസ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് പല ക്വസ്റ്റ്യൻസും ചോദിച്ച് ആവശ്യമില്ലാതെ അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആൾക്കാർ ശരിക്കും നമ്മൾ ബൈക്കേഴ്സിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി. നമ്മൾ മര്യാദയ്ക്ക് പോയാലും അധികാരികളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാകുമെന്ന് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ സാറേ? അത് ഈ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? ആ തോന്നല് നമുക്കുണ്ടാകുന്നുണ്ട്, ശരിയാണത് ഒരു പരിധി വരെ. പക്ഷേ ഒന്ന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഒരു വണ്ടി ഒരാൾ കട്ടുകൊണ്ട് പോകും, ബൈക്ക് കട്ടുകൊണ്ട്, നിങ്ങളുടെ ബൈക്ക് കട്ടുകൊണ്ട് പോയി. ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടി കൈ കാണിച്ച് നിർത്താതെ പോകുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച്, കൈ കാണിച്ച് നിർത്തി അതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾ ചോദിക്കും, പ്രൊഡ്യൂസ് ചെയ്യണം. ഓടിക്കുന്നയാളുടെ ലൈസൻസ് ഏതായാലും ഉണ്ടാവണമല്ലോ, തരണമല്ലോ. ഒരു പക്ഷേ ആ സമയത്തേക്ക് നിങ്ങൾക്ക് അവിടെ എത്തി ഈ വണ്ടി നിങ്ങളുടെയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഇത് കണ്ടെത്താൻ പറ്റും ഇയാളുടെ കൈവശം ഇരിക്കുന്ന വണ്ടി ഇയാളുടേതല്ല, അതിലെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പോലീസ് ചെക്കിങ്, ഞങ്ങൾ വണ്ടികളുടെ വാഹന ചെക്കിങ് എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന വഴിക്ക് മിക്കവാറും ലൈറ്റ് ഇട്ട് കാണിക്കും. ഇപ്പോൾ ഇനി പറ്റത്തില്ല കേട്ടോ, കാരണം എല്ലാ വണ്ടിക്കും ഹെഡ്ലൈറ്റ് തന്നെ ഓണാകുന്ന, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓണാവും. മറ്റതങ്ങനെയല്ല, ഹെഡ്ലൈറ്റ് ഇട്ട് കാണിക്കും, ഇത് ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ടുകൊണ്ട് പോകുന്ന വണ്ടിയാണെങ്കിൽ അവർക്ക് ബൈ റൂട്ടിലൂടെ കയറി മാറി വെളിച്ചപ്പെടാതെ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ ചെക്കിങ് തന്നെ നമ്മുടെ അവെയർനെസ്സാണ്. നിങ്ങളിത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങൾ ഓർക്കുക, അയ്യോ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ലല്ലോ, അല്ലെ ഇൻഷുറൻസ് പുതുക്കിയതാണോ, ഹെൽമെറ്റ് വെച്ചില്ലല്ലോ, എന്താണ് എൻ്റെ പ്രോബ്ലം. അവിടെ നിന്ന് പതുക്കെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കും. ആദ്യം തന്നെ ചെക്കിങ് ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താ, വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ കൺട്രോളിലേക്ക് വണ്ടി കൊണ്ടുവരിക. അതുവരെ ഇല്ലാതിരുന്ന കൺട്രോൾ നിങ്ങളുടെ കയ്യിലാവുക. പിന്നെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് എന്തൊക്കെ പേപ്പേഴ്സ് ഇതിനകത്ത് ഇല്ല, എന്തൊക്കെ ഞാൻ വ്യക്തമാക്കാനുണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് രാവിലെ പല്ല് തേക്കും, മുഖം കഴുകും, ഭക്ഷണം കഴിക്കും, റുട്ടീനായിട്ട് നമ്മൾ പോരും. സ്കൂളിലെ കോളേജിൽ പോകുമ്പോൾ ഫുഡും അല്ലെങ്കിൽ പുസ്തകങ്ങൾ സഹിതം നമ്മൾ പോരുമ്പോൾ വണ്ടിയിലാണ് പോരുന്ന, വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് പോരും. പക്ഷേ ഇതിൻ്റെ റെക്കോർഡ്സ് ക്ലിയർ ആണെന്ന് ആരും നോക്കാറില്ല, പെട്ടെന്ന് കയറി പോരത്തേ ഉള്ളൂ. ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴാണ്, ലൈസൻസ് എക്സ്പയർ ആയി പോയി. ഒരു മാസം നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്, ഒരു മാസം നേരത്തെയോ അതിനുശേഷം ഒരു മാസത്തിനകമോ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാലോ ഒരു ആക്സിഡൻറ്റ് ഇങ്ങോട്ട് വന്ന് സംഭവിച്ചാൽ പോലും അതിന് ഉത്തരവാദി നമ്മളായി ഇല്ലേ? എക്സ്പയറി ആയിട്ടുള്ള ലൈസൻസിന് ഇൻഷുറൻസുകാർ അതിന് നമുക്ക് ക്ലെയിം തരാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ചെക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അതിനെ നെഗറ്റീവായിട്ട് കാണരുത്. ശരിയാണ്, നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയമാണ്. ഒരു മിനിറ്റ് നമുക്ക് താമസിച്ചാൽ നമുക്കതിന് വളരെ വിഷമമുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ഇതിൻ്റെ റെക്കോർഡ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു അവഹേളനമായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നാണ് സാർ പറഞ്ഞു വരുന്നത് അല്ലേ? തൊണ്ണൂറ്റി 99% ബൈക്ക് ഉപയോഗിക്കുന്നവരും അവർ പഠിച്ചിരിക്കുന്ന, ഒന്നുകിൽ തന്നെത്താൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാർ പഠിപ്പിച്ചിരിക്കുന്ന ആ രീതിയിലുള്ളൊരു ലേണിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ ഓടിക്കുന്ന ഒരു ബൈക്ക് രീതി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റൈഡിങ് രീതിയല്ല. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താ, പേരൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ പോലെ ഒരു 5, 8, 10 പിള്ളേരുമല്ല, ആ പാടെ ഉള്ള ഒരു ഒറ്റ മകൻ അല്ലെ ഒരു ഒറ്റ ഗ്രാൻഡ് ചൈൽഡ്.
അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്തേച്ച് ആ മുഖത്തെ ഒരു പുഞ്ചിരി കാണുക എന്തെങ്കിലും ആഗ്രഹത്തോടാണ് ഈ പേരൻസ് ചെയ്യുന്നത്. ലൈഫ് ഒന്നേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് ഇപ്പം കഴിഞ്ഞു പോയാൽ, ഈ ഒരു നിമിഷം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്, ജീവിതം സന്തോഷിക്കുവാനുള്ളതാണ്. പക്ഷെ ഒരിക്കൽ ഈ സന്തോഷവും ആനന്ദവും എന്ന് പറയുന്നത് പലപ്പോഴും നിയന്ത്രണ വിധേയമാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.